ഒരു സ്വകാര്യ ആശുപത്രിയിലെ സിഇഒയിനോട് ഒരു സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയും ഭരണകക്ഷി നേതാവുമായിരുന്ന ഒരാൾ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ഗുണ്ടയെ പോലെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്ന ആ ശബ്ദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാളെ കേന്ദ്രത്തിൽ BJP ഉണ്ടാകില്ല, അന്ന് ഞങ്ങൾ നിങ്ങളെ തീർക്കും. കേൾക്കുമ്പോൾ ആരും ഒന്ന് ഞെട്ടിപ്പോകും. 15 വർഷം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഒരു ആശുപത്രി തലവനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ കഴിയുക? ഇതാണോ ഇവർ പറയുന്ന ജനാധിപത്യം? അതോ ആരും തങ്ങളെ ചോദ്യം ചെയ്യില്ല എന്ന അഹങ്കാരമോ? പ്രബുദ്ധ മലയാള മാപ്പുകൾക്ക് ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാൻ പറ്റാതെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുന്നതിനാൽ നമ്മൾ തന്നെ ആ പണി അങ്ങ് ഏറ്റെടുക്കാം. ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഓരോ സാധാരണക്കാരനെയും ഭയപ്പെടുത്തുന്നതാണ്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടേതാണ് എന്ന് കരുതപ്പെടുന്ന ഒരു ശബ്ദരേഖയാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തിൽ തന്നെ ഇളക്കി മറിക്കുന്നത്. കൊൽക്കത്തയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള ബെല്ലെ വ്യൂവിന്റെ CEO പ്രദീപ് ടണ്ടനെയാണ് മമത ഫോണിലൂടെ വിരട്ടുന്നത്. സ്വന്തം അനന്തരവനും തൃണമൂൽ MPയുമായിട്ടുള്ള അഭിഷേക് ബാനർജിയെ ആശുപത്രിയിൽ കിടത്തി സഹതാപം പിടിച്ചുപറ്റാൻ ഒരു വലിയ ആശുപത്രി നാടകം കളിക്കുകയാണ് മമത എന്നാണ് പ്രധാന ആരോപണം. കഴിഞ്ഞ ദിവസം സോനാർപൂരിൽ വെച്ച് ഒരു കൂട്ടം സ്ത്രീകൾ അഭിഷേകിന് നേരെ കല്ലും ചീമുട്ടയും ഒക്കെ എറിഞ്ഞിരുന്നു. കള്ളൻ കള്ളൻ എന്ന വിളികൾക്കിടയിൽ തലയിൽ ഒരു ഹെൽമറ്റും വെച്ചാണ് അന്ന് അദ്ദേഹം ഈ ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട ഈ ഒരു സംഭവത്തെയാണ് ഇപ്പോൾ ഭീഷണിയിലൂടെ മമത ഒരു ഗുരുതരാവസ്ഥയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. മമതയുടെ എന്ന പേരിൽ പുറത്തു വന്ന ആ ശബ്ദരേഖയിലെ വാക്കുകൾ അങ്ങേയറ്റം അപകടകരമാണ്. മിസ്റ്റർ ടണ്ടൻ, നിങ്ങൾ വലിയൊരു തെറ്റാണ് ചെയ്തത്. ഇങ്ങനെയാണ് ആ കോൾ തുടങ്ങുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്ന സഹായങ്ങൾ ദയവായി മറക്കരുത്. ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല. നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിച്ചതിന് ശേഷമാണ് മമത യഥാർത്ഥ കൊലവിളി നടത്തുന്നത്. ഇപ്പോൾ BJP ആണ് അധികാരത്തിൽ, എന്നാൽ നാളെ കേന്ദ്ര സർക്കാർ ഉണ്ടാകില്ല. കേന്ദ്രത്തിൽ BJP ഇല്ലാത്തൊരു ദിവസം വരും. അന്ന് ഞങ്ങൾ നിങ്ങളെ നോക്കിക്കൊള്ളാം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ നോക്കുന്നതിന് പകരം കേന്ദ്രത്തിൽ അധികാരം മാറുമ്പോൾ പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു നേതാവിന്റെ ഭയാനകമായിട്ടുള്ള മുഖമാണിത്. ഒരു ഡോക്ടറോട് പോലും ഇതാണ് സമീപനമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുന്നു. BJP നേതാക്കളും പോലീസും ചേർന്ന് അഭിഷേകിനെ ഡിസ്ചാർജ് ചെയ്യാൻ ആശുപത്രിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് മമത ഇപ്പോൾ ആരോപിക്കുന്നത്. അഭിഷേകിന്റെ ശരീരത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ടെന്നും അത് ഗുരുതരമാണെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. ഒരു വലിയ സഹതാപ തരംഗം ഉണ്ടാക്കാൻ അപ്പോളോയിൽ നിന്ന് അദ്ദേഹത്തെ ബെല്ലെ വ്യൂവിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിന് 3D CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയെന്നും മമത പറയും. എന്നാൽ യഥാർത്ഥ സത്യം എന്താണ്? ഈ പരിക്കേറ്റു എന്ന് പറയപ്പെടുന്ന സ്വന്തം അനന്തരവനെ ICUവിൽ കിടത്താൻ ഡോക്ടർമാരെ വരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു കുടുംബ നാടകം മാത്രമാണ് ഇവിടെ അരങ്ങേറുന്നത്. കുടുംബത്തിന്റെ ഇമേജ് സംരക്ഷിക്കാനും ഒരു വ്യാജ സഹതാപ കാർഡ് ഇറക്കാനും വേണ്ടി അവർ എന്ത് മാർഗവും സ്വീകരിക്കും. അതിന്റെ തെളിവാണിത്. ആശുപത്രി തലവൻ മെഡിക്കൽ റിപ്പോർട്ടുകളെക്കാൾ വലുതാണോ ഒരു കുടുംബത്തിന്റെ രാഷ്ട്രീയം? അവർക്ക് ഇവരുടെ രാഷ്ട്രീയ നാടകത്തിന് കൂട്ടുനിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് വെറുമൊരു ഭീഷണിയല്ല, അധികാരം തലയ്ക്ക് പിടിച്ച ഒടുവിൽ നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്ത് പിടിച്ച ഒരു സ്ത്രീയുടെ കൊലവിളിയാണ്. ഒരു പാർട്ടി എങ്ങനെയാണ് ഈ നാടിനെ ഭയപ്പെടുത്തി ഭരിച്ചിരുന്നത് എന്നതിന്റെ നേർചിത്രമാണിത്. ഡോക്ടർമാർക്കോ ആശുപത്രികൾക്കോ പോലും ഇവർക്ക് മുന്നിൽ നോ പറയാൻ ഇപ്പോൾ പോലും ധൈര്യമില്ല, ഭരണം മാറിയിട്ട് പോലും. ഇന്നവർ ഒരു സ്വകാര്യ ആശുപത്രിയെ ഭീഷണിപ്പെടുത്തും, നാളെ അവർ ആരെയൊക്കെ ഭീഷണിപ്പെടുത്തുമെന്ന് ആരൊക്കെ കണ്ടു? തെറ്റുകൾ തിരുത്തി നേർവഴിക്ക് വരുന്നതിന് പകരം വീട്ടാൻ കാത്തിരിക്കുന്ന ഈ അപകടകരമായിട്ടുള്ള പ്രതികാര രാഷ്ട്രീയത്തെയും ഈ കുടുംബവാഴ്ചയും ജനം തിരിച്ചറിഞ്ഞ് അവരെ ആ നാട്ടിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മിസ്റ്റർ